ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല ഒരു ദിവസത്തിൻ്റെ പ്രഭാതം കണ്ടുണരുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിച്ച കർത്താവിൻ്റെ വലിയ കൃപകൾക്കായിട്ട്, കരുണയ്ക്കായിട്ട്, സ്നേഹത്തിനായിട്ട് നന്ദിയോടെ നമുക്ക് സ്തുതിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ ഈ മോർണിംഗ് മന്നയിലേക്ക് കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ ദൈവമക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് നൽകിയിരിക്കുന്ന വേദഭാഗം സംഖ്യാപുസ്തകം, അതിൻ്റെ 14-ാം അധ്യായം 24-ാമത്തെ വാക്യം. സംഖ്യാപുസ്തകം 14-ാം അധ്യായം 24-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: എൻ്റെ ദാസനായ കാലേബോ, അവന് വേറൊരു സ്വഭാവമുള്ളതുകൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും, അവൻ്റെ സന്തതി അത് കൈവശമാക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട കർത്താവായ ദൈവത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എബൌട്ട് കാലേബ്. കാലേബിനെ പറ്റിയുള്ളതായ ദൈവത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എൻ്റെ ദാസനായ കാലേബോ, അവന് വേറെ ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം കാലേബ് ആരായിരുന്നു. അതുപോലെ യോശുവ, ദൈവം ഇസ്രായേൽ മക്കൾക്ക് വാഗ്ദത്തം നൽകിയതായ, അബ്രഹാമിന് വാഗ്ദത്തം നൽകിയതായ ആ കനാൻ ദേശം ലഭിച്ച്, അല്ലെങ്കിൽ വാഗ്ദത്തം കേട്ട് ലഭിച്ച് മോശെ മുഖാന്തരം നയിക്കപ്പെട്ട ആ തലമുറയിൽപ്പെട്ട രണ്ട് പേര് മാത്രമേ ആ കനാൻ ദേശത്തേക്ക് പ്രവേശിച്ചുള്ളൂ. ആ 2 പേരിൽ ഒരാളാണ് കാലേബ്, ഒരാൾ ജോഷുവ. കാലേബിനെ സംബന്ധിച്ച് കാലേബ് 2 ലീഡർഷിപ്പിൻ്റെ അണ്ടറിൽ ശുശ്രൂഷ ചെയ്തതായ ഒരു വ്യക്തിയാണ്. ഒന്ന് മോശയുടെ നേതൃത്വത്തിലും, 2 അതിനുശേഷം വന്നതായ യോശുവയുടെ നേതൃത്വത്തിലും. ഈ 2 നേതൃത്വങ്ങളുടെ കീഴിൽ ആണ്, നേതാക്കന്മാരുടെ കീഴിലാണ് കാലേബ് പ്രവർത്തിച്ചു കൊണ്ടുവന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന് ചില വ്യത്യസ്ത സ്വഭാവങ്ങൾ മറ്റുള്ള എല്ലാവരിൽ നിന്നും ഉണ്ടായിരുന്നു എന്ന് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നു, അവൻ വളരെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് പറ്റിച്ചേർന്നുകൊണ്ട് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു കാലേബ്. ഇന്ന് ഈ അന്ത്യനാളുകളിൽ നാം ഓരോരുത്തരും എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മെ ഓരോരുത്തരെയും കുറിച്ച് കർത്താവായ ദൈവം ഇപ്രകാരം ഒരു സ്റ്റേറ്റ്മെന്റ് പറയുവാൻ തക്കവണ്ണം ഇടവാകുമോ എന്ന് നമ്മൾ ചിന്തിക്കുക. കാലേബിനെ പറ്റി പറഞ്ഞത്, എൻ്റെ ദാസനായ കാലേബോ, അവന് വേറെ ഒരു സ്വഭാവം ഉള്ളത് കൊണ്ടും, എ മാൻ വിത്ത് എ ഡിഫറെന്റ് ക്യാരക്ടർ ഓർ എ ഡിഫറെന്റ് സ്പിരിറ്റ്. ആ വ്യക്തി, അവന് മറ്റുള്ളവരിൽ നിന്നൊരു വ്യത്യസ്ത സ്വഭാവം അവനുണ്ടായിരുന്നു, അല്ലെങ്കിൽ വേറെ ഒരു ആത്മാവ് അവനുണ്ടായിരുന്നു എന്ന് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. പൂർണ്ണ സമർപ്പണം ഉള്ള ഒരു വ്യക്തിയായിരുന്നു കാലേബ്. ദൈവത്തിൽ പറ്റിച്ചേർന്ന് ജീവിക്കുവാൻ തക്കവണ്ണം തീരുമാനമെടുത്ത് തന്നെ ദൈവത്തിൽ സമർപ്പിച്ച് പൂർണ്ണമായ ഒരു സമർപ്പണ ബോധത്തോടെ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു കാലേബ്. പൂർണ്ണമായി പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കാലേബ്. പൂർണ്ണമായ ആത്മവിശ്വാസമുള്ളവനായിരുന്നു കാലേബ്. ആ ഒരു ആത്മവിശ്വാസം അവന് വരുവാൻ തക്കണം ഇടയായത് ദൈവം തന്നോടുകൂടെ എല്ലായ്പ്പോഴും ഇരുന്നത് കൊണ്ടാണ്. ആ ഒരു ഉറപ്പ് അവനുള്ളത് കൊണ്ടാണ് അവൻ എല്ലായ്പ്പോഴും വിജയിക്കുവാനും ആ വിശ്വാസം അവനിൽ ഉണ്ടാകുവാൻ തക്കണം ഇടയായത്. നമുക്കും ഇത്തരത്തിലുള്ളതായ ഓരോ സവിശേഷതകൾ കാലേബിനുണ്ടായിരുന്നത് പോലെ നമ്മളിലും ഉണ്ടാകുവാനായിട്ട് ഈ അന്ത്യനാളുകളിൽ നാം ശ്രമിക്കുക. ദൈവത്തിൽ പൂർണ്ണമായും സമർപ്പണമുള്ളവരായി തീരുവാൻ തക്കവണ്ണം ഒരുങ്ങുക. പൂർണ്ണമായി പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഒരു സ്വഭാവം നമ്മിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടവരുത്തുക. വചനത്തെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കാലേബ്. ദൈവവചനത്തെ, ജൈവകൽപ്പനത്തെ, ന്യായപ്രമാണത്തെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കാലേബ്. അതാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ മോശെ കനാൻ ദേശം എങ്ങനെയുള്ളത് എന്ന് ഒറ്റുനോക്കുവാൻ വേണ്ടി 12 പേരെ അയച്ചു. ആ 12 പേർ 40 ദിവസം കൊണ്ട് കനാൻ ദേശത്തെ ഉറ്റുനോക്കുവാൻ തക്കം പോയി. അതിലുള്ളതായ ഫലം എങ്ങനെയുള്ളതാണ് എന്ന് അവർ സാമ്പിൾ കൊണ്ടുവന്നു. അതുപോലെ ആ മണ്ണ് എപ്രകാരമുള്ളതാണ് എന്നും അവിടുത്തെ ആളുകൾ എപ്രകാരമുള്ളതാണെന്നും അവരുമായിട്ട് യുദ്ധം ചെയ്യാൻ തക്കണം കഴിയുമോ എന്നും ആ സ്ഥലം എങ്ങനെയുള്ളതാണെന്നും എല്ലാം മനസ്സിലാക്കുവാൻ തക്കണം ആ 12 പേരെ അയച്ചു. 40 ദിവസം കൊണ്ട് ദേശത്തെ ഉറ്റുനോക്കിക്കൊണ്ട് അവർ തിരിച്ചു സഭയിലേക്ക്, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളുടെ ഇടയിലേക്ക് കടന്നു വരികയും ആ വന്നവരിൽ 10 പേരും അവിടെ നടന്നതായ കാര്യങ്ങൾ, അവിടെ കണ്ടതായ കാര്യങ്ങൾ അതുപോലെ തന്നെ പറഞ്ഞു. എന്നാൽ നെഗറ്റീവ് ആയ രീതിയിലാണ് പറഞ്ഞത്. നമുക്കൊരിക്കലും അവരെ കീഴ്പ്പെടുത്തുവാൻ തക്കണം കഴിയുകയില്ല. അവർ വലിയ മല്ലന്മാരാണ്, അനാക്യ മല്ലന്മാരാണ് ഒക്കെയും പറഞ്ഞു.
നമുക്കൊരിക്കലും അത് കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനത്തെ അല്ലെങ്കിൽ സഭയെ വളരെ നിരാശയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുപോയി ആ 10 പേർ. എന്നാൽ ആ 10 പേരിൽ നിന്നും വ്യത്യസ്തമായി അവിടെ പറഞ്ഞതായ അനുകൂലമായി പറഞ്ഞതായ 2 പേരുണ്ടായിരുന്നു. അതിലൊന്ന് കാലേബായിരുന്നു. കാലേബ് ജനത്തെ അമർത്തിക്കൊണ്ട് പറഞ്ഞു, നമുക്കത് ആ ദേശം കൈവശപ്പെടുത്തുവാൻ തക്കവണ്ണം സാധ്യമാകുമെന്ന് പറഞ്ഞു. യഹോവയായ ദൈവമാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. ആ ഒരു വിശ്വാസം, ആത്മവിശ്വാസം കാലേബിനുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായിരുന്നു. സംഖ്യാപുസ്തകം 13-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഈ വക കാര്യങ്ങളൊക്കെയും കാണുവാൻ തക്കവണ്ണം ഇടയാകുന്നു. വ്യത്യസ്ത സംസാര രീതി, മറ്റുള്ളവരിൽ നിന്നും ഒരു വ്യത്യസ്ത കാഴ്ചപ്പാട്, വ്യത്യസ്ത സംസാര രീതി കാലേബിനുണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കുക. ആവർത്തന പുസ്തകം 1-ാം അധ്യായം 36 മുതൽ ഉള്ളതായ വേദഭാഗങ്ങൾ ഇപ്രകാരം പറയുന്നു. യെഫൂന്നയുടെ മകനായ കാലേബ് മാത്രം അത് കാണുകയും അവൻ യഹോവയെ പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് അവനും അവൻ്റെ പുത്രന്മാർക്കും അവൻ ചവിട്ടിയ ദേശം ഞാൻ കൊടുക്കുകയും ചെയ്യുമെന്ന് സത്യം ചെയ്തു കൽപ്പിച്ചു. ഇത് യഹോവ മോശയോട് കൽപ്പിച്ചത് പ്രകാരം പറയുകയാണ്. ആ കാലേബ് കാണും, അല്ലെങ്കിൽ കാലേബ് ആ ദേശത്തെ അവകാശമാക്കും എന്ന് അവിടെ പറയുകയുണ്ടായി. വളരെ സമർപ്പണമുള്ളതായ ഒരു വ്യക്തി, വ്യത്യസ്ത സ്വഭാവമുള്ള വ്യക്തി, വ്യത്യസ്ത ആത്മാവുള്ള വ്യക്തി, അതിലുപരിയായിട്ട് യഹോവയിൽ പൂർണ്ണമായും പറ്റിച്ചേർന്ന് ആശ്രയിച്ച് ദൈവിക ന്യായപ്രമാണത്തെ അനുസരിച്ച് ആത്മവിശ്വാസത്തോട് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു കാലേബ്. അന്ത്യനാളുകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തരും ഈ ഒരു കാലേബിൻ്റെ സ്വഭാവത്തെ നമ്മിൽ കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പാത പിന്തുടർന്ന് യേശുക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ്. എന്നാൽ ഇവിടെ കാലേബിനെ നമ്മൾ നോക്കുമ്പോൾ കാലേബിനെ പോലെയാകുവാനായിട്ട് നാം ഓരോരുത്തരും ഒരുങ്ങുക. ഒരു വേദഭാഗം കൂടി ഞാൻ വായിക്കാൻ തക്കണം ആഗ്രഹിക്കുന്നു. യോശുവയുടെ പുസ്തകം അതിൻ്റെ 14-ാം അധ്യായം 6 മുതൽ നമ്മൾ വായിക്കുമ്പോൾ കാലേബ് തന്നെക്കുറിച്ച് യോശുവയോട് പറയുകയാണ്. ആ ഒരു ദേശം എല്ലാം വിഭാഗിച്ച് കൊടുത്തതിനു ശേഷം ആ സമയത്ത് പറയുകയാണ്, കാലേബിൻ്റെ അനുഭവം, എക്സ്പീരിയൻസ് പറയുകയാണ്. ദൈവമായിട്ട് ജീവിച്ചതിൻ്റെ ഫലമായിട്ട് ദൈവം കാലേബിന് അവകാശമായി കൊടുത്തത്. നമുക്കെല്ലാവർക്കും വാഗ്ദത്തങ്ങളുണ്ട്. എന്നാൽ ആ വാഗ്ദത്തങ്ങൾ നിറവേറണമെങ്കിൽ നാം ദൈവിക കൽപ്പനകളെ, ദൈവിക പ്രമാണങ്ങളെ അനുസരിച്ച് നാം ജീവിക്കുക. നമ്മളെല്ലായ്പ്പോഴും പറയുന്നുണ്ട്, നമ്മളെല്ലാം ആത്മീയ ഇസ്രായേലാരാണ്. ആ ആത്മീയ കനാൻ ദേശത്തേക്ക് യാത്രയിലാണ് നാം എല്ലാവരും. എന്നാൽ ആ കനാൻ ദേശം അവകാശമാക്കുവാൻ നാം യഹോവയിൽ തന്നെ പ്രത്യാശ വെച്ച് ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുക. ദൈവം നമ്മിൽ അത് നിവർത്തിക്കും എന്ന് കാണുവാൻ കഴിയുന്നു. ഇപ്രകാരമാണ് വായിക്കുന്നത്. യോശുവയുടെ പുസ്തകം 14-ാം അധ്യായം 6 മുതൽ ഇപ്രകാരം. യോശുവയുടെ അനന്തരം യഹൂദ മക്കൾ ഗിൽഗാലിൽ യോശുവയുടെ അടുക്കൽ വന്നു. കെനീസ്യനായ യെഫൂന്നയുടെ മകൻ കാലേബ് അവനോട് പറഞ്ഞത്, യഹോവ എന്നെയും നിന്നെയും കുറിച്ച് ദൈവപുരുഷനായ മോശയോട് കാദേശ് ബർണേയിൽ വെച്ച് പറഞ്ഞ കാര്യം നീ അറിയുന്നുവല്ലോ. യഹോവയുടെ ദാസനായ മോശെ കാദേശ് ബർണേയിൽ നിന്ന് ദേശത്തെ ഒറ്റുനോക്കുവാൻ എന്നെ അയച്ചപ്പോൾ എനിക്ക് 40 വയസ്സായിരുന്നു. ഞാൻ വന്ന് എൻ്റെ മനോബോധപ്രകാരം അവനോട് മറുപടി പറഞ്ഞു. എന്നോടുകൂടെ പോന്നിരുന്ന സഹോദരന്മാർ ജനത്തിൻ്റെ ഹൃദയം ഉരുക്കുമാറാക്കി. ഞാനോ എൻ്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നു. നീ എൻ്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് നീ കാൽവെച്ച ദേശം നിനക്കും നിന്റെ മക്കൾക്കും എന്നേക്കും അവകാശമായിരിക്കും എന്ന് മോശെ അന്ന് സത്യം ചെയ്തു പറഞ്ഞു. മരുഭൂമിയിൽ സഞ്ചരിച്ച കാലത്ത് യഹോവ മോശയോട് ഈ വാക്കു കൽപ്പിച്ചത് മുതൽ ഈ 45 സംവത്സരത്തോളവും എന്നെ ഇതാ താൻ അരുളി ചെയ്തിരുന്നത് പോലെ ജീവനോടെ വെച്ചിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് 85 വയസ്സായി. മോശെ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. പടവെട്ടുവാനും പോകുകയും വരികയും ചെയ്യുവാനും എൻ്റെ ആരോഗ്യം അന്നത്തെ പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു. ആകയാൽ യഹോവ അന്ന് കൽപ്പിച്ച ഈ മല ഇപ്പോൾ എനിക്ക് തരിക. അനാക്യർ അവിടെ ഉണ്ടെന്നും പട്ടണങ്ങൾ വലിപ്പവും ഉറപ്പുമുള്ളവ എന്നും നീ അന്നു കേട്ടിട്ടുണ്ടല്ലോ. യഹോവ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ താൻ അരുളി ചെയ്തതുപോലെ ഞാൻ അവരെ ഓടിച്ചു കളയും. അപ്പോൾ യോശുവ അവനെ അനുഗ്രഹിച്ച് അവന് വേണ്ടുന്നായ അവകാശം അവിടെ കൊടുക്കുകയാണ് ചെയ്തത്. ഇവിടെ നാം നോക്കുമ്പോൾ നീണ്ട 45 വർഷത്തോളം ആ വാഗ്ദത്തത്തിന് വേണ്ടി ക്ഷമയോടെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വെച്ച് കാലേബ് ജീവിച്ചു.
തൻ്റെ 85-ാമത്തെ വയസ്സിൽ അത് അവൻ അവകാശമായി ലഭിച്ചു എന്ന് കാണുവാൻ കഴിയുന്നു. അതിൻ്റെ 14-ാമത്തെ വാക്യം വളരെ വ്യക്തമായിട്ട് പറയുന്നു, അങ്ങനെ ഹെബ്രോൻ ഇന്നുവരെ കെനീസ്യനായ യെഫൂനെയുടെ മകൻ കാലേബിന് അവകാശമാക്കിയിരിക്കുന്നു. അവൻ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ പൂർണ്ണമായി പറ്റി നിന്നത് കൊണ്ട് തന്നെ. ഈ അന്ത്യനാളുകളിൽ യഹോവയായ ദൈവത്തിൽ പൂർണ്ണമായും പറ്റിച്ചേർന്ന് ജീവിക്കുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മിൽ കർത്താവായ ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തം മുറുകെ പിടിച്ചുകൊണ്ട് അത് അവകാശമായി ലഭിക്കുവാനായിട്ട് നാം നമ്മുടെ ദൈവത്തിൽ പറ്റിച്ചേർന്ന് നമ്മെ തന്നെ സമർപ്പിച്ച് ജീവിക്കുക. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ചു കാക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ചെറിയൊരു ചിന്ത അടിയങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. കാലേബിനെ പോലെ ഈ നാളുകളിൽ ആകുവാൻ, അങ്ങയിൽ പൂർണ്ണമായി പറ്റിച്ചേർന്ന് ജീവിക്കുവാൻ, അങ്ങയിൽ പൂർണ്ണമായി ആശ്രമിച്ചു ജീവിക്കുവാൻ, വേറൊരു ആത്മാവുള്ളവനായി, വേറൊരു സ്വഭാവമുള്ളവരായി മറ്റുള്ളവരുടെ ഇടയിൽ നിന്നും ജീവിപ്പാൻ തക്കുന്ന അടിയങ്ങളെ സഹായിക്കണം. കേൾവിക്കാരായിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗപ്രയാസങ്ങളായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരും അനുഗ്രഹിച്ച് ബലപ്പെടുത്തണം. സൗഖ്യം, സമാധാനം, സന്തോഷമോടെ നൽകണം. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളണമേ. സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. നല്ലൊരു ദിവസത്തിൻ്റെ ആശംസ നേർന്നുകൊള്ളുന്നു. ആമേൻ.